ഓരോ ദുരന്തവും ഉണ്ടാകുമ്പോൾ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അപര്യാപ്തതകളെക്കുറിച്ചും അസൗകര്യങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളിലെ പോരായ്മകളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അതിനു മുൻപേ ആ സംഭാഷണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓരോ ദുരന്തത്തിൻ്റെയും സാക്ഷ്യപത്രവും ബാക്കി പത്രവും എന്ന് പറയുന്നത്. അത് വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ബോട്ട് അപകടത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഏത് കാര്യത്തിലും അത് ബാധകമായി തീരുന്നു. ഇപ്പോൾ ഇതാ കുവൈറ്റ് ദുരന്തം വന്നതിന് ശേഷം അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അസൗകര്യങ്ങളെക്കുറിച്ചുള്ള വാക്കുകളും വെളിപ്പെടുത്തലുകളും വരുന്നു. തീപിടുത്തമുണ്ടായ ഫ്ളാറ്റിൽ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ. ദുരന്തം നടന്നപ്പോൾ മാത്രമാണ് ഇത്ര സൗകര്യക്കുറവുണ്ടെന്ന് അറിഞ്ഞത്. ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ പറഞ്ഞു. പല ലേബർ ക്യാമ്പുകളിലും തൊഴിലാളികൾ കൂടുതലാണെങ്കിലും സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ കുവൈറ്റിലെ ഈ ദുരന്ത വിവരം പുറത്തു വന്ന ശേഷം അവിടെ ഇത്തരമൊരു ദുരന്തം ഉണ്ടായപ്പോൾ പുറത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഇത്തരം വിഷയങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇക്കാര്യങ്ങളിൽ തീർച്ചയായും മുൻകൈ എടുക്കണം.